മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ നമ്മൾ മലയാളികൾക്ക് സുന്ദരമായിട്ടുള്ളൊരു സമ്മാനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയാള സിനിമാ നടൻ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പ്രഖ്യാപനം പുറത്തു വന്നത് മുതൽ പച്ചവർഗീയവാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് മമ്മൂട്ടിയുടെ പേര് പോലും ഉയർത്തിയിട്ട് തോന്നിയതുപോലെ പച്ചത്തെറിവിളികളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കതൊക്കെ തന്നെ കുറച്ചൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1969 മുതലാണ് ഈ അവാർഡൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപനമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഈ അവാർഡ് പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സിനിമാ മേഖലയ്ക്കുള്ള വളർച്ച വികസനത്തിനൊക്കെ വലിയ സംഭാവന ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഈ അവാർഡ് കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു അവാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അടങ്ങിയിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. ഈ അവാർഡൊക്കെ തന്നെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് തിരഞ്ഞ് എടുക്കാറുള്ളത്. ഇത്തവണ മലയാള സിനിമാ നടൻ മോഹൻലാലിനെ പ്രഖ്യാപിച്ചു. രണ്ടാം തവണയാണ് നമ്മുടെ കേരളത്തെ തേടി ഈ ഒരു പുരസ്കാരം എത്തുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയിട്ട് നമ്മുടെ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിലാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ശ്രീ മോഹൻലാൽ ജി പ്രതിഭയുടെയും അഭിനയ വൈവിധ്യത്തിന്റെയും പ്രതീകമാണ്. പതിറ്റാണ്ടുകൾ നീണ്ട സവിശേഷമായ കലാസപര്യയിലൂടെ മലയാള സിനിമയിലും നാടകത്തിലും പ്രമുഖ വ്യക്തിത്വമായി നിലകൊള്ളുന്ന അദ്ദേഹത്തിന് കേരള സംസ്കാരത്തിൽ തീവ്രമായ അഭിനിവേശമുണ്ട്. തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി സിനിമകളിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ചലച്ചിത്ര നാടക മാധ്യമങ്ങളിലുടനീളമുള്ള അദ്ദേഹത്തിന്റെ വൈഭവം യഥാർത്ഥ പ്രചോദനമാണ്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമേകട്ടെ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുള്ളത്. രാജ്യത്തെ സകല മേഖലകളിൽ നിന്നും മോഹൻലാലിനെ വലിയ രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളവും വിട്ട് നമ്മുടെ ദേശവും വിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വളരെ പേരെടുത്ത മികവുറ്റൊരു സിനിമാ നടൻ തന്നെയാണ് മോഹൻലാല്. അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ആ സിനിമാ നടന് നമ്മുടെ രാജ്യം ആദരിക്കുമ്പോൾ കുരുപൊട്ടി സുഡാപ്പികള്, ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാര് കുരച്ചോണ്ട് ചാടി വന്നിട്ടുണ്ട്. അത്തരം കുറച്ച് ഉദാഹരണങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. ഒരു 4-5 കമന്റുകൾ മാത്രമേ ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നുള്ളൂ. ആദ്യത്തേതാണ് ഒരു നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഷൂ നക്കിയാൽ അവാർഡുകൾ ഇനിയും വാരിക്കൂട്ടാം. ഇവരൊക്കെ ആർക്കെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെയാണ് മറ്റുള്ളവരും എന്ന് ഇവരൊക്കെ എങ്ങനെയാണ് കരുതുക? നമുക്ക് ഏതായാലും അടുത്ത കമന്റ് നോക്കാം. BJPയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നായകന്മാർക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും വാരിക്കോരി കൊടുക്കുകയാണ്. 2 വർഷത്തിന് മുമ്പ് ദാദാ സാഹേബ് അവാർഡ് രജനീകാന്തിന് കൊടുത്തു. ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അർഹനായ കമലഹാസന് കൊടുത്തില്ല. അതുപോലെ മമ്മൂട്ടിക്കും. സംഗി നായകന്മാർക്ക് വാരിത്തള്ളുകയാണ്. രജനീകാന്തിന് കൊടുത്തത് അദ്ദേഹം BJPയോട് അനുകൂലമുള്ളത് കൊണ്ടാണ് എന്ന്. രജനീകാന്തിനെയൊക്കെ ഇന്ത്യൻ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമോ? ഇന്ത്യൻ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ രജനീകാന്തിന്റെ പേരില്ലാതെ ഒരടി മുന്നോട്ട് പോവാൻ സാധിക്കുമോ? രാജ്യത്തെ പ്രമുഖ നടന്മാർ നരേന്ദ്രമോദിയിലേക്കൊക്കെ അടുക്കുന്നത് അത് നരേന്ദ്രമോദിയുടെ മികവാണ്. ഈ രജനീകാന്തൊക്കെ ആർക്കൊപ്പം നിന്ന് കഴിഞ്ഞാലും രാജ്യത്തെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാ രജനീകാന്ത്. ആ രജനീകാന്തിനെ രാജ്യം ആദരിച്ചതിനെ തോന്നിയത് പറയാ. പിന്നെ മമ്മൂട്ടിയുടെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? മമ്മൂട്ടി പോലും മോഹൻലാലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആ മമ്മൂട്ടിയുടെ പേരൊക്കെ വലിച്ചേക്കുന്നത് ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുക, ഇവരിങ്ങനെ മോദി ആയതുകൊണ്ട് കൊടുത്തില്ല, BJP ആയതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ? നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ,
ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് രാജ്യത്ത് തുടക്കം കുറിച്ച വർഷം 1969. നമ്മൾ ഒരുപാട് കാലം കോൺഗ്രസ് ഭരിച്ചു, അതൊന്നും നമ്മൾ പറയുന്നില്ല. ഈ 2014 വരെയുള്ള 10 വർഷം ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് രാജ്യം അടക്കി ഭരിച്ചിട്ട് അത്രത്തോളം മികവുറ്റുള്ള മമ്മൂട്ടിക്ക് എന്തേ അന്ന് ഇവരാരും ഒരു അവാർഡ് രാജ്യം ആദരിക്കാതിരുന്നത്? കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് അത്രത്തോളം മികച്ച നടനായിരുന്നു മമ്മൂട്ടി ആ സമയത്ത് എങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ വന്ന് കുരയ്ക്കുന്നത്? അതിനെയാണ് പച്ചവർഗീയവാദം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. മോഹൻലാലൊക്കെ ഇന്ത്യൻ സിനിമയിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊക്കെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ട് ഉളുപ്പില്ലാതെ തോന്നിയത് വിളിച്ചു പറയുന്നവരല്ലേ പച്ചവർഗീയവാദികള്. അടുത്ത കമന്റ്, കള്ളൻ മോദിക്ക് ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, അതില് കട്ട് ചെയ്യാണ്. കൊടുത്തപ്പോ തന്നെ തോന്നി ഇതിനായിരിക്കും എന്ന്. ഇവനും ഇവന്റെ ആളുകളൊക്കെ ആർക്കോ എന്തോ ചെയ്തു കൊടുത്ത് ജീവിക്കുന്നത് പോലെയാണോ മറ്റുള്ള മാന്യമായിട്ടുള്ള ആളുകളെ എന്ന് ഇവനൊക്കെ എങ്ങനെയാ കരുതുന്നത്? ഇവനൊക്കെ പച്ചവർഗീയവാദം കൊണ്ടല്ലേ. മോഹൻലാൽ എന്ന സിനിമാ നടനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് ബോധമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. എന്നിട്ടും തോന്നിയത് വിളിച്ചു പറയുന്നവന്റെ ഉള്ളിലെ പച്ചവർഗീയതയാണ് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത്. അടുത്ത കമന്റാ, മതം നോക്കി കൊടുക്കുന്ന ഈ അവാർഡ് ആർക്ക് വേണം? ഇവരിത് തന്നെ പറയണം. ദേശീയ ചലച്ചിത്ര അവാർഡ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ പ്രഖ്യാപിച്ചത്? രാജ്യത്തെ ദേശീയ അവാർഡ്, ചലച്ചിത്ര അവാർഡ് ആർക്കാ? ഷാരൂഖ് ഖാൻ. രാജ്യത്തെ ഏറ്റവും മികച്ച നടന്റെ പേര് ഷാരൂഖ് ഖാൻ. മതമേത? മുസ്ലിം, മുസൽമാൻ, ഇന്ത്യൻ മുസൽമാൻ. കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ. മതം നോക്കിയൊന്നുമല്ല, അത് അദ്ദേഹത്തിന്റെ മികവ്, അതവിടെ കൊടുത്തു. ഈ അവാർഡ് പ്രഖ്യാപിച്ചു, അതിൽ ആർക്കാണ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തു. മോഹൻലാലിന് അഭിനയത്തിലൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയുള്ള പച്ചവർഗീയവാദികളെ നമ്മുടെ നാടിന് തന്നെ അപകട. അടുത്ത കമന്റ്, അർഹതക്കുള്ള അംഗീകാരം തന്നെ കൂട്ടത്തിൽ മമ്മൂട്ടിക്ക് അംഗീകാരങ്ങൾ അന്യമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ കാണാനിടയാകുന്നുണ്ട്. മമ്മൂട്ടി അത് ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇന്ന മതത്തിലുള്ള ആളായതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന്. ആ ചോദ്യത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. രാജ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള സിനിമാ നടൻ ഷാരൂഖ് ഖാനാണ്. അത് പ്രഖ്യാപിച്ചത്, രാജ്യം ഭരിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. അവര് മതം നോക്കിയല്ല ഒരു പ്രഖ്യാപനങ്ങളും ഒരു അവാർഡുകളും കൊടുക്കാറുള്ളത്. ഏതു മേഖലയാണോ ആ മേഖലയിലെ മികവ് നോക്കി തന്നെയാ. പിന്നെ ഇവിടെ കുറെ ആളുകൾ രാഷ്ട്രീയം നോക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ മാറ്റി നിർത്തിക്കൂടായിരുന്നോ? മാറ്റി നിർത്തിയിട്ടില്ല. അത് അദ്ദേഹം ചെയ്യുന്നത് രാഷ്ട്രീയം. ഇത് എന്തിന്റെ അവാർഡാണ്? സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അവാർഡ്. സിനിമയിൽ മികവുണ്ടോ നരേന്ദ്രമോദി സർക്കാർ ആ അവാർഡ് നേരിട്ട് കൊടുക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് മോഹൻലാൽ തന്നെയാ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, എന്നിട്ട് അതും നോക്കിയിട്ട് അവാർഡ് കൊടുക്കാതിരുന്നോ? ഇല്ല. ആരാണോ ഏതാണോ മേഖല, ആ മേഖലയിൽ മികവ് പുലർത്തിയാൽ ഒരു രാഷ്ട്രീയവും നോക്കാതെ നരേന്ദ്രമോദി സർക്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ നടൻ മോഹൻലാൽ തന്നെയാ. മലയാളികൾക്ക് ഇതൊരു സുന്ദരമായ സമ്മാനം തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാർ സമ്മാനിച്ച സുന്ദരമായ ഒരു സമ്മാനം തന്നെയാണ്. ഇന്ത്യൻ സിനിമയില് മോഹൻലാലിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ സമ്മാനം പ്രഖ്യാപിച്ച ഇന്ത്യ ഗവൺമെന്റിന് ഒരു മലയാളി എന്ന നിലക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.